ലീഗ് നേതൃത്വം കൃത്യമായ സന്ദേശം കൊടുത്തു UDF-ൽ. ഇങ്ങനെ പോയാൽ പറ്റില്ല, മാറ്റങ്ങൾ ഉണ്ടായേ മതിയാകും. ഏത് രൂപത്തിൽ മാറണം അത് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത്. ഈ രൂപത്തിൽ പോയാൽ ഒരിക്കലും 2026 UDF കടക്കില്ല. വീണ്ടും പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരും. അക്കാര്യം ആലോചിക്കാൻ പോലും കഴിയുന്നില്ല മുസ്ലിം ലീഗിന്. വീണ്ടും പ്രതിപക്ഷത്തോ? 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്നു. ഇനിയും 5 വർഷം കൂടി പ്രതിപക്ഷത്ത് ഇരുന്നാൽ മുസ്ലിം ലീഗ് തന്നെ ഇല്ലാതാകും എന്ന ഭയം മുസ്ലിം ലീഗ് നേതാക്കൾക്കുണ്ട്. ഭരണമില്ലാതെ എങ്ങനെ ഇനിയും 5 വർഷം നിൽക്കും എന്ന ചോദ്യം ചോദിക്കുന്നത് മുസ്ലിം ലീഗ് നേതാക്കളാണ്. ഭരണത്തിന്റെ ഏറ്റവും വലിയ ആനുകൂല്യം പറ്റുന്നവരാണ് മുസ്ലിം ലീഗ് നേതാക്കൾ. ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളാണ് UDF സർക്കാർ നൽകാറുള്ളത്. മുസ്ലിം ലീഗിന് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന വകുപ്പുകളാണ് നൽകാറുള്ളത്. അതൊന്നുമില്ലാതെ എങ്ങനെ നിൽക്കാൻ കഴിയും? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നാൽ അതിനൊരു നേട്ടമുണ്ടാക്കാൻ കഴിയും മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന്, അല്പസ്വല്പം കോഴിക്കോട് ജില്ലയിലും, പ്രത്യേകിച്ച് മലബാറിന്റെ ഏതാനും ഭാഗത്ത്. അതുകൊണ്ടാണ് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. ഇനി കേരള ഭരണം ഇല്ലെങ്കിൽ, കിട്ടിയില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും സർക്കാർ രൂപീകരിക്കണം 2026-ൽ. ആ സർക്കാരിൽ മുസ്ലിം ലീഗിന് പങ്കാളിത്തം ഉണ്ടാകുകയും വേണം. അതാണ് മുസ്ലിം ലീഗ് ലക്ഷ്യമിടുന്നത്. അതിന് ഇന്നത്തെ രീതിയിൽ ഈ കോൺഗ്രസ് UDF-നെ നയിച്ചാൽ നടക്കില്ല എന്ന് മുസ്ലിം ലീഗിന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന മുസ്ലിം ലീഗ് ഭാരവാഹി യോഗത്തിൽ നാം കേട്ടത്. വലിയ വിമർശനമാണ് കോൺഗ്രസ് നേതൃത്വത്തിന് എതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. കേരളത്തിൽ UDF എല്ലാ കാലത്തും ഒരു സമുദായ സന്തുലനം പാലിക്കാറുണ്ട്. മുസ്ലിം ലീഗ് ഉണ്ട്, അപ്പുറത്ത് NSS ഉണ്ടാകും, അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഭൂരിപക്ഷ സമുദായ സംഘടനകൾ ഉണ്ടാകും. അങ്ങനെ ഒരു സന്തുലനാവസ്ഥയിലാണ് UDF എപ്പോഴും മുന്നോട്ട് പോകാറുള്ളത്. എന്നാൽ NSS UDF-നെ തള്ളിപ്പറഞ്ഞതോടുകൂടി UDF എന്നത് മുസ്ലിം പിന്തുണയുള്ള ഒരു മുന്നണിയായി ചുരുങ്ങിപ്പോയി. അവിടെയാണ് പ്രശ്നം. മുസ്ലിം പിന്തുണ മാത്രമുള്ള ഒരു മുന്നണിയായി ചുരുങ്ങിപ്പോയി. കേരള കോൺഗ്രസ് ഉണ്ട്, തെറ്റില്ല. പക്ഷേ കേരള കോൺഗ്രസും അപ്പുറത്ത് മാണി ഗ്രൂപ്പാണുള്ളത്. മാണി ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പും വെച്ച് നോക്കുമ്പോൾ ജോസഫ് ഗ്രൂപ്പ് ശക്തി വളരെ വളരെ ദുർബലമാണ്. നേരത്തെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് മാണി ഗ്രൂപ്പിന്, KM മാണി മരിച്ചതിന് ശേഷം മാണി ഗ്രൂപ്പ് നശിക്കും, ഇല്ലാതാകും എന്നായിരുന്നു. പക്ഷേ അണികൾ മാണി ഗ്രൂപ്പിന്റെ ഒപ്പമാണ്, നേതാക്കൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ഒപ്പവും. ഇതാണ് കേരള കോൺഗ്രസിന്റെ അവസ്ഥ. അതുകൊണ്ട് നേരത്തെ UDF കൃത്യമായും മാനേജ് ചെയ്തിരുന്ന സമുദായ സന്തുലനം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് നേതൃമാറ്റത്തിൽ കടുംപിടുത്തം പിടിച്ചത് കോൺഗ്രസ്. ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ KPCC പ്രസിഡന്റ് ആക്കണം എന്ന്. അങ്ങനെ സമുദായ സന്തുലനം പാലിച്ച് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് വലിയ തിരിച്ചടി ഉണ്ടാകുന്നത് NSS തള്ളിപ്പറയുന്നത്. അതോടുകൂടിയാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത്. അതിൽ വലിയ നിരാശയുണ്ട് മുസ്ലിം ലീഗിന്റെ അണികൾക്കും നേതാക്കൾക്കും. പ്രത്യേകിച്ച് നേതാക്കൾക്ക്, കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള നേതാക്കൾക്ക് എപ്പോഴും NSS-ഉമായും ഭൂരിപക്ഷ സമുദായ സംഘടനകളുമായും നല്ല ബന്ധം പുലർത്തുന്ന നേതാക്കളാണ് കുഞ്ഞാലിക്കുട്ടിയും അതോടൊപ്പം തന്നെ പാണക്കാട് കുടുംബാംഗങ്ങളും എല്ലാം. പക്ഷെ അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിന് കാരണം കോൺഗ്രസ് നേതൃത്വമാണ്. കോൺഗ്രസ് നേതൃത്വം കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടില്ല. ഇതാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ വിമർശനം. ആ വിമർശനം ഉൾക്കൊള്ളാൻ കോൺഗ്രസിന് കഴിയുമോ എന്നതാണ് ചോദ്യം. ഇന്നത്തെ നിലയിൽ മുന്നോട്ട് പോയാൽ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ നഷ്ടപ്പെട്ടു പോയ ഭൂരിപക്ഷ സമുദായത്തിന്റെ പിന്തുണ നേടാൻ കഴിയില്ല. അതിൽ യാതൊരു സംശയവുമില്ല. KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് വന്നതുകൊണ്ട് ക്രൈസ്തവ മതവിഭാഗം UDF-നോട് ചേർന്നു എന്ന് പറയാനും കഴിയില്ല. അവർ നേരത്തെ ഉള്ള അകൽച്ച അതുപോലെ തുടരുകയും ചെയ്യുന്നു. ഒരു ഗുണവും ഉണ്ടായില്ല. സംഘടനാപരമായും സാമുദായികമായും സണ്ണി ജോസഫ് KPCC പ്രസിഡന്റായി വന്നതിന് ശേഷം. അതേപോലെ SNDP-യെ, ഈഴവ സമുദായത്തെ കൂടെ നിർത്താനാണ് അടൂർ പ്രകാശിനെ UDF കൺവീനറാക്കിയത്. പക്ഷെ അതും ഫലം ചെയ്തില്ല. അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ല. SNDP പരസ്യമായി തന്നെ LDF-നെ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നു. ഈഴവ സമുദായം പൊതുവെ ഇടതുപക്ഷത്തോടൊപ്പമാണ് നിൽക്കാറുള്ളത്. അത് അതുപോലെ തുടരുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ഒരിക്കലും ഇന്നത്തെ നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. ആരാണോ ഇതിനൊക്കെ ഉത്തരവാദി അവർ മാറി നിൽക്കേണ്ടി വരുമോ? ഈ ചോദ്യമാണ് ഉയർന്നത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു നേതൃത്വ മാറ്റമോ? പ്രതിപക്ഷ നേതാവ് VD സതീശൻ
മാറി നിന്നുകൊണ്ട് ആ സ്ഥാനത്തേക്ക് പുതിയ ഒരാൾ വരുമോ? ഈ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കോൺഗ്രസ് പാർലമെന്റ് പാർട്ടി യോഗത്തിൽ വി.ഡി. സതീശനെതിരെ ഉയർന്നു വന്ന വിമർശനം, അതോടൊപ്പം മുസ്ലിം ലീഗ് ഭാരവാഹി യോഗത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് എതിരെ ഉയർന്നു വന്ന വിമർശനം, ഇതെല്ലാം നൽകുന്ന ഒരു സൂചനയുണ്ട്, ഒരു രാഷ്ട്രീയ സൂചനയുണ്ട്. അത് മറ്റൊന്നുമല്ല, കോൺഗ്രസിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഒരു നേതൃമാറ്റത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഒരു പുതുക്കിപ്പണിയൽ, അങ്ങനെ പുതിയ മുഖങ്ങളെ വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന തന്ത്രത്തിലേക്ക് കോൺഗ്രസ് മാറുമോ? ഈ ചോദ്യം സജീവമായി കോൺഗ്രസിനകത്ത് ചർച്ച നടക്കുന്നു. അതോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകരും അത് മുന്നിൽ കാണുന്നു. കോൺഗ്രസിൽ വീണ്ടും ഒരു നേതൃമാറ്റം. സണ്ണി ജോസഫാണോ മാറുക, അതല്ല പ്രതിപക്ഷ നേതാവാണോ മാറുക എന്ന ചോദ്യമാണ് ഉയർന്നത്. സാധ്യത വളരെ വളരെ കൂടുതൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് വി.ഡി. സതീശൻ മാറുക എന്നതിലേക്കായിരിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം.